പെഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം നൽകിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂറിന് കരുത്തേകി കേരളത്തിന്റെ സ്വന്തം കെൽട്രോൺ. രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS അർനാലയിലൂടെയാണ് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനം രാജ്യത്തിന്റെ പ്രതിരോധത്തിന് ശക്തി പകർന്നത്. 8-ന് നാവികസേനയ്ക്ക് കൈമാറി. തൊട്ടടുത്ത ദിവസം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി അറബിക്കടലിൽ വിന്യസിച്ചു. പടക്കപ്പലിന്റെ പ്രധാന ഭാഗങ്ങൾ കെൽട്രോൺ ആണ് നിർമ്മിച്ചത്. ലോഗ്, എക്കോ സൗണ്ടർ, അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പവർ ആംപ്ലിഫയർ, സോണാർ, സെൻസർ എന്നിവ കെൽട്രോൺ നിർമ്മിച്ച് സ്ഥാപിച്ചതാണ്. കുറ്റിപ്പുറത്തെ കെൽട്രോൺ ഇലക്ട്ര സെറാമിക്സ് ലിമിറ്റഡ് ആണ് സോണാർ സെൻസർ നിർമ്മിച്ചത്. ലോഗിന്റെയും എക്കോ സൗണ്ടറിന്റെയും ഓർഡർ നാവികസേന നേരിട്ട് കെൽട്രോണിന് നൽകി. അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പവർ ആംപ്ലിഫയർ, സോണാർ സെൻസർ എന്നിവയ്ക്കുള്ള ഓർഡർ ഭാരത് ഇലക്ട്രോണിക്സിന്റെ ലിമിറ്റഡിലൂടെയും എത്തി. നാവികസേനയ്ക്കായി കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് കപ്പൽ നിർമ്മിച്ചത്. ഇതിന് ശത്രു അന്തർവാഹിനി കണ്ടെത്തി നശിപ്പിക്കാൻ കഴിവുണ്ട്. മൈനുകൾ കണ്ടെത്താനും തകർക്കാനും കഴിയും. പ്രവർത്തന പരിചയവും സാങ്കേതിക മികവും വിശ്വാസ്യതയുമാണ് നാവികസേനയുടെ റഡാറിൽ കെൽട്രോൺ പതിയാൻ കാരണം. മുൻപും കപ്പൽ തകർക്കുന്ന ബോംബ് കണ്ടെത്താനും നിർവീര്യമാക്കാനും ഉപയോഗിക്കുന്ന മരിച്ച് ടോഡ് അറ അടക്കമുള്ള ഉപകരണങ്ങൾ നാവികസേനയ്ക്ക് കെൽട്രോൺ നിർമ്മിച്ചു നൽകിയിരുന്നു.